ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളുമായി സ്വാലിഹ് കൂടി ചേരുകയാണ്. സ്വാലിഹ് ഈ ഫ്രെയിമിൽ കണ്ടതുപോലെ വളരെ നിസ്സംഗനായി നിൽക്കുന്ന ഒരു കാഴ്ച അതുപോലെ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു വയനാട്ടിലെ വോട്ടർമാർ ഉച്ചയ്ക്ക് ശേഷം അവിടെ കണ്ടത്. 2 മണിക്കൂറിലേറെയായി ബൂത്തുകളിൽ വോട്ടർമാർ ഇല്ലാത്ത ഒരു കാഴ്ച, നിസ്സംഗമായ ബൂത്തുകൾ, അങ്ങനെ തന്നെ ആയിരുന്നോ? സിജു, തീർച്ചയായും ഏതാണ്ട് പോളിംഗ് ഒക്കെ പൂർണ്ണമായി അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിൽക്കുന്ന ബൂത്തിലൊക്കെ കൃത്യം 6 മണിക്ക് തന്നെ പോളിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ് തന്നെ ആളുകൾ ഒഴിഞ്ഞു തുടങ്ങിയിരുന്നു. ഇങ്ങനെ പൂർണ്ണമായി ബൂത്തുകളൊക്കെ കാലിയായി തുടങ്ങിയിരുന്നു. രാവിലെ ഏതാണ്ട് 10 മണിവരെ മാത്രമാണ്, ഒരു 10-11 മണിവരെ മാത്രമാണ് ഒരു ഭേദപ്പെട്ട പോളിംഗ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്. പിന്നീട് സ്വാഭാവികമായും പ്രതീക്ഷിച്ച ഒരു പോളിംഗ് പിന്നീട് ഉണ്ടായില്ല. മാത്രമല്ല ഇതെല്ലാം നേരത്തെ തന്നെ ആളുകളൊക്കെ പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഈ മുന്നണികളുടെയൊക്കെ പ്രവർത്തകർ അവസാന നിമിഷം പരമാവധി പേരെ എത്തിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്ന ഈ ഏറനാട് മണ്ഡലത്തിലൊക്കെ കഴിഞ്ഞ തവണയൊക്കെ വലിയ ഭൂരിപക്ഷം UDF കിട്ടിയ മണ്ഡലമാണ്. ഇവിടെ വലിയൊരു പ്രതീക്ഷ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ആ തരത്തിലൊരു പോളിംഗ് ഇവിടെ കാണാത്തത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച പരിശോധന നടത്തി വരുന്നുണ്ട്. എങ്കിൽ പോലും കുറച്ചുകൂടി ഈ അവസാന മണിക്കൂറുകളിൽ പരമാവധി ആളുകളെ എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു. ആളുകൾ സ്വാഭാവികമായി വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ആളുകൾ വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇത് ഈ വയനാട്ടിലെ ഈ 3 മണ്ഡലങ്ങളിലും, മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന 3 മണ്ഡലങ്ങളിലെയും സ്ഥിതി ഇതുതന്നെയാണ്. വണ്ടൂരൊക്കെ വലിയ ഭൂരിപക്ഷം നൽകുന്ന പ്രതീക്ഷിച്ച മണ്ഡലമാണ്. പക്ഷേ അവിടെയും താരതമ്യേന പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്